നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോകം നീങ്ങുന്നത് ഭയാനകമായ സ്ഥിതിവിശേഷത്തിലേക്ക്. 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെ തിരിച്ചാക്രമിക്കും. ഇറാനെതിരെ അമേരിക്ക കൂടി ചേർന്നതോടെ ഇസ്രായേലിൻ്റെ കരുത്തിരട്ടിക്കും. ഒടുവിൽ മറ്റൊരു നാഗസാക്കിയും ഹിരോഷിമയുമാണോ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്? ലോകം ഭയാനകമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനമെന്നത് അപ്രാപ്യമാണെന്ന സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇറാൻ്റെ മുന്നറിയിപ്പ്, ഇറാൻ്റെ ഭീഷണി, അത് 24 മണിക്കൂറിനുള്ളിൽ സാധ്യമാകുമെന്ന വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രായേലിനെ അറിയിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ സായുധ പട ഇസ്രായേലിന് സഹായകവുമായി എത്തിയിരിക്കുന്നു. ഇറാനോട് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, ഇസ്രായേലിനെ ആക്രമിക്കരുത്. ഇസ്രായേലിനെ ആക്രമിച്ചാൽ തിരിച്ചടി ഭയാനകമായിരിക്കും. എന്നാൽ ആരുടെയും വാക്ക് കേൾക്കില്ല, ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇസ്രായേൽ എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. ഇസ്രായേൽ സാമ്പത്തികമായും സായുധമായും സഹായിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളൊക്കെ തന്നെ ഇറാനൊപ്പം ചേരും. ഇറാൻ മാത്രമല്ല, ഇറാൻ സായുധമായും സാമ്പത്തികമായും സഹായിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകൾ, ഹൂതികളും ഹിസ്ബുള്ളയും അടക്കമുള്ള സംഘടനകളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ വലിയ ആശങ്കയാണ് പടർന്നിരിക്കുന്നത്, വലിയ പരിഭ്രാന്തിയാണ് പടർന്നിരിക്കുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിലേക്കും ഇറാനിലേക്കുമുള്ള തങ്ങളുടെ പൗരന്മാരുടെ യാത്ര വിലക്കിയിട്ടുണ്ട്. ഇന്ത്യ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇസ്രായേലിലും ഇറാനിലും നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം അവിടുത്തെ എംബസികളിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇപ്പോൾ ഇതാ ജർമ്മൻ എയർലൈൻസായ ലുഫ്താൻസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു. നിലവിലെ സാഹചര്യം കാരണം ലുഫ്താൻസ ടെഹ്റാനിലേക്കും പുറത്തേക്കും ഏപ്രിൽ 18 വ്യാഴാഴ്ച ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്കിടയിൽ ടെഹ്റാനിലേക്കും വിമാനങ്ങൾക്കുള്ള സസ്പെൻഷൻ നീട്ടിയിരിക്കുകയാണ് ലുഫ്താൻസ എയർലൈൻസ്. ഇതിന് അവർ പറയുന്ന കാരണം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള ഊഹാപോഹങ്ങൾക്കിടയിൽ തങ്ങളുടെ എയർലൈൻസുകൾ ഇറാൻ്റെ വ്യോമാതിർത്തി ഇനി ഉപയോഗിക്കില്ലെന്നാണ് ലുഫ്താൻസയുടെ ഏറ്റവും പുതിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ പരിഭ്രാന്തിയിലാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചാൽ അത് മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നുള്ള ആശങ്ക ലോകത്തിനുണ്ട്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേലിനെ എന്തു ശക്തി കൊടുത്തും സംരക്ഷിക്കാൻ അമേരിക്ക രംഗത്ത് വരും. അമേരിക്ക രംഗത്തിറങ്ങുന്നതോടെ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഈ ചേരിയിലേക്ക് സ്വയം എത്തും. സ്വാഭാവികമായും ഇറാനെ പിന്തുണച്ചുകൊണ്ട് ചില അറബ് രാജ്യങ്ങളും രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും പശ്ചിമേഷ്യയിൽ കുറേ കാലമായി സംഘർഷം തുടരുകയാണ്. ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസിൻ്റെ ഭീകരവാദികൾ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുകയറി നടത്തിയ കൂട്ടക്കുരുതി 1400ഓളം ഇസ്രായേലി പൗരന്മാരെ കൊന്നു തള്ളിയതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇസ്രായേൽ തിരിച്ചടി ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഗാസയുടെ വിവിധ ഭാഗങ്ങളെ മുഴുവൻ കത്തിച്ചാമ്പലാക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇറാനും മറ്റ് അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ വലിയ ഭീഷണികൾ മുഴക്കിയിരുന്നുവെങ്കിലും ഒരു നേരിട്ടൊരു ആക്രമണത്തിന് അവർ തയ്യാറായിരുന്നില്ല. കാരണം അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്രായേലിൻ്റെ യുദ്ധം. ഇസ്രായേലിൻ്റെ അതിർത്തികളിൽ വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക നടത്തിയിരുന്നത്. ഇതിൽ സ്വാഭാവികമായും അറബ് രാജ്യങ്ങൾക്ക് ഭയമുണ്ട്. അമേരിക്ക പോലെയുള്ള ഒരു സൈനിക രാജ്യത്തെ തൊട്ടുകളിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് കൃത്യമായി ഇറാനൊക്കെ അറിയാം. എന്നാൽ ഇപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ചാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏപ്രിൽ മാസം 1-ാം തീയതി സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ
ഇറാൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ സൈനിക കമാൻഡർ അടക്കം 13 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം ഇസ്രായേൽ ബോധപൂർവം നടത്തിയതാണെന്ന ആരോപണമാണ് ഇറാൻ ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതേസമയം ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നും ഇസ്രായേലിന് ഇതിൻ്റെ ശിക്ഷ ലഭിക്കുമെന്നും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. ഇത് സംഘർഷങ്ങൾ മൂർച്ഛിക്കാൻ കാരണമായി. കാരണം ആയത്തുള്ള അലി ഖമേനിയുടെ വലിയ വെല്ലുവിളി സ്വാഭാവികമായും ഇറാൻ്റെ ഒരു നിലപാട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതോടുകൂടി ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ഏറ്റവും നിർണായകമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അത് ഇസ്രായേലിനെ അറിയിച്ചത് 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും. എല്ലാ ഒരുക്കങ്ങളും ഇറാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇറാൻ നേരിട്ട് ആക്രമിക്കില്ല, മറിച്ച് ഇറാൻ്റെ സാമ്പത്തിക സൈനിക സഹായങ്ങൾ ലഭ്യമാകുന്ന ഈ ഹിസ്ബുള്ള, ഹൂതികൾ അടക്കമുള്ള തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ചായിരിക്കും ആക്രമണം എന്നുള്ള ഒരു ഊഹാപോഹമാണ് പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുകയാണ്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. നേരിട്ടുള്ള ആക്രമണം, മറ്റേതെങ്കിലും ഒരു സംഘടനയോ നിഴൽ യുദ്ധമോ അല്ല, നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഏപ്രിൽ മാസം 1-ാം തീയതി ഡമാസ്കസിൽ നടന്ന ആക്രമണത്തിന് മറുപടി ചോദിക്കാൻ ഇറാൻ തയ്യാറായിരിക്കുന്നു. ഇസ്രായേലിനെ ഇറാൻ നേരിട്ട് ആക്രമിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കും, ഇസ്രായേലിനൊപ്പം അമേരിക്ക ഉണ്ടാകും. അമേരിക്കയും ഇസ്രായേലും ചേർന്ന സംയുക്ത സൈനിക സഖ്യം അത് ഇറാനെ നിലംപരിശാക്കുമെന്ന കാര്യം തർക്കമില്ല. ഏറ്റവും ഒടുവിലായി യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ നാഗസാക്കിയും ഹിരോഷിമയും ആവർത്തിക്കുമോ എന്നുള്ള വലിയ ഭയപ്പാടിലാണ് ലോകം.